ഈ CPI ഇടഞ്ഞ് അന്നൊരു DMK സംവിധാനമായി മുന്നോട്ട് വരുന്നു. ഇലക്ഷനിൽ വരെ മത്സരിക്കുന്ന ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ജയിലിലാവുന്ന സാധ്യത. അദ്ദേഹം ഒരു രാഷ്ട്രീയമായി കൽപ്പാർജിച്ച് തിരിച്ചു വരുന്നതൊക്കെ അദ്ദേഹം തോന്നുന്നു. അതൊക്കെ വേറെ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ മലയോര കർഷകരുടെ വിഷയത്തിൽ അൻവർ എടുത്തിരിക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ സ്റ്റാൻഡ് എടുത്തൊരു പ്രക്ഷോഭം നടത്തിയപ്പോൾ ഉണ്ടായ പൊതുമുതൽ നശിപ്പിക്കൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ സിമിലർ രീതിയിലല്ല മറ്റു പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ചെയ്യാറുള്ളത്. ഇവിടെ അസാധാരണമായ രീതിയിൽ വലിയ സന്നാഹത്തോടു കൂടി വളയലും അറസ്റ്റ് ചെയ്യലും കൊണ്ടുപോകലും അർദ്ധരാത്രി കൈകാര്യം ചെയ്യലും നിറഞ്ഞ മീഡിയക്ക് മുമ്പിൽ വന്ന് അത് വലിയ ഏതാണ്ട് ഒരു ക്രിമിനൽ പുള്ളിയെ കൈകാര്യം ചെയ്തു. ആ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതൊക്കെ ജനങ്ങളെ സ്മൃതിപഥത്തിലേക്ക് വരും, ഓർമ്മയിൽ വരും. കറക്റ്റാണ്. ഇതിലും വലിയ കസേര ചുമന്നുകൊണ്ട് പോക്കും താഴോട്ടിടലും അതുപോലെ തന്നെ തല്ലിപ്പൊളിക്കലും ഒക്കെ ലൈവ് TV-യുടെ മുമ്പിൽ പിന്നെ ജനങ്ങൾ കണ്ടതല്ലേ. എന്നിട്ട് അതിലെന്താ ഒന്നും ഉണ്ടാവാത്തത് എന്ന സ്വാഭാവിക ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ വരും. നമ്മൾ കറക്റ്റാണ്, ആ ചോദ്യം കറക്റ്റാണ്. ആ കാര്യത്തിൽ പിന്നെ മഹത്തായ കാര്യമാണ് ചെയ്തതെന്ന് അപ്പോഴും ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, അതാണ് ഒരേ കാര്യത്തിൽ രണ്ട് സമീപനം, പക്ഷപാതം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു വളരെ വ്യക്തമായൊരു ഉദാഹരണമാണ് നിയമസഭാ കേസ്. പിന്നെ അത് നിയമസഭയ്ക്ക് ഉള്ളിലല്ലേ എന്നാണ് പറയുന്നത്. ഉള്ളിലായാലും പുറത്തായാലും ഒക്കെ പൊതുമുതലല്ലേ. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഈ പുതിയ വനനിയമ ഭേദഗതി ബില്ല് ഏത് രീതിയിൽ വനനിയമം വളരെ ഗൗരവമായിട്ടെടുക്കും. വനനിയമം മലയോര കർഷകരുടെ ഇടയിൽ മലയോര മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ എതിർപ്പുണ്ട്. ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ടവർ പോലും എതിർക്കുന്നുണ്ടല്ലോ. കേരള കോൺഗ്രസ് പിന്നെ എതിർ പറഞ്ഞിട്ടുണ്ടല്ലോ, ജോസ് കെ മാണി. അതേപോലെ തന്നെ മലയോര മേഖലയിൽ കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും ഇന്നിപ്പോൾ ഈ മൃഗശല്യത്തിൽ അത് അനിമൽ മൃഗങ്ങൾ ഇറങ്ങി അക്രമം നടത്തുന്ന കാര്യത്തിൽ ഭയവിഹ്വലരായി നിൽക്കുകയാണ്. യാതൊരു സുരക്ഷിതത്വമില്ല. അതിന് ഒരു ഉറപ്പും ഗവൺമെൻറ് ഇല്ല എന്ന് മാത്രമല്ല, ആ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ നിസ്സംഗതയാണ്. എന്താ ചെയ്യാൻ പറ്റുക, ഞങ്ങൾക്കൊന്നും കഴിയില്ല എന്നുള്ള ഭാവമാണ് ഗവൺമെൻറ്റിനോട്. അഭിപ്രായങ്ങളൊക്കെ ആശയവിനിമയങ്ങളും അഭിപ്രായങ്ങളൊക്കെ അത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഒരു തീരുമാനം അത് സംബന്ധിച്ച് കോൺഗ്രസോ ലീഗോ UDF എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കത് സംബന്ധിച്ച് പറയാൻ. അതിൻ്റെ വേരിയസ് വശങ്ങൾ പല കാര്യങ്ങളും അത് സംബന്ധിച്ച് പരിശോധിക്കാനുണ്ട്. അത് UDF എടുക്കേണ്ട ഒരു തീരുമാനമാണ് ആവശ്യം. അത് വ്യക്തമാണല്ലോ, പ്രതികാര നടപടി തന്നെയാണ്. അദ്ദേഹത്തെ ഈ അറസ്റ്റിയുടെ രീതി കണ്ടാൽ പിന്നെ പ്രതികാര നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചർച്ച ചെയ്തിരിക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ശരിയല്ലല്ലോ. ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനം, അതിന് പല വശങ്ങളും ഉണ്ട്. UDF പിന്നെ ആ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പ്രതിപക്ഷതാവിനോട് സംസാരിച്ചിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിരുന്നു, KPCC നേതാക്കളോട് ഇതിൻ്റെ ഇടയിലൊക്കെ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു. ഞങ്ങൾ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച വന്നിരുന്നു. പാർട്ടി തന്നെ അല്ലേ ഇപ്പോൾ പക്ഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി ആലോചിച്ചു. തിരുവമ്പാടി ഞങ്ങൾ മലയോര മേഖലയിലുള്ള മണ്ഡലങ്ങളും ഒക്കെ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അത് സംബന്ധിച്ചുള്ള ചർച്ചക്കാണ് ഇവരൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ, കുടിയേറ്റ കർഷകരുടെ, ആദ്യ അവകാശം ഉണ്ടായിരുന്ന ആദിവാസികളുടെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആ പ്രശ്നത്തെ വളരെ ഗൗരവമായിട്ടാണ് പാർട്ടി കാണുന്നത്. ഈ വന്യജീവി സംഘർഷം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, അപ്പോഴത്തെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ഇനി ഇതുപോലെ ആരും പ്രതിഷേധിക്കരുത് എന്ന ഒരു അറിയിപ്പ് നൽകാനാണോ സർക്കാർ ഇത്രയും വലിയ സന്നാഹത്തോടെ അനുകൂലം അറസ്റ്റ് ചെയ്ത് ഒരു മുന്നറിയിപ്പ് നൽകുന്ന സംഘടന സ്വീകരിച്ചത്? അതാണ് ഇപ്പോൾ ഇടുക്കിയിലുണ്ടായ പ്രശ്നം വന്നപ്പോൾ ഗവൺമെൻറ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് പ്രസ്താവന ഇറക്കി. പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ നിലമ്പൂരുണ്ടായി. അപ്പോൾ ഏതായാലും വന്യജീവി അക്രമത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നാൽ പ്രക്ഷോഭത്തെ നേരിട്ട് കളയാം എന്ന ചിന്ത ഗവൺമെൻറ്റിനുണ്ടോ എന്ന് തോന്നും ഇന്നലത്തെ നടപടികൾ കണ്ടാൽ. അവിടെ ഇടുക്കിയിൽ മന്ത്രി എന്ന് ഉറപ്പ് കൊടുക്കുന്നത് ലൈവായിട്ട് നമ്മൾ കണ്ടതാണല്ലോ. ഇനി ഇങ്ങനെ ഇല്ലാതിരിക്കാൻ ഗവൺമെൻറ് നോക്കും എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ ഇവിടെ ഒരു പാവപ്പെട്ട കർഷകൻ മരിച്ചു. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി പ്രക്ഷോഭത്തെ അടിച്ചമർത്താം എന്ന് ചിന്തിച്ച പോലെയാണ് കണ്ടാൽ തോന്നുക.